ഹായ് ഹലോ മലാക്കി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ യാത്ര അച്ചൻകോലിലാണ്. ഞങ്ങളുടെ സുഹൃത്തുക്കളും എല്ലാം കൂടെ ചേർന്ന് ഞങ്ങളൊരു ഫൺ ഡ്രൈവ് പോവുകയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ വീഡിയോയിൽ കാണാം. എന്തായാലും കൂടൽ റൂട്ടാണ്. കൂടൽ റൂട്ടിൽ നമ്മൾ ഈ തിരികെ കൊല്ലൻപടി വന്നിട്ട് നമ്മൾ കൊല്ലംപടിയിൽ നിന്ന് അതിരിങ്കൽ പറയുന്ന റൂട്ട് കയറി. നമ്മൾ പത്തനാപുരം പുനലൂർ പോകുന്ന റൂട്ടിൽ നിന്ന് കൊല്ലംപടി, അവിടുന്ന് നമ്മൾ കൊല്ലംപടി ഇങ്ങോട്ട് തന്നെ പുളിഞ്ചാണി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടുന്ന് പിന്നെ നമ്മൾ ലെഫ്റ്റ് പുളിഞ്ചാണിയിൽ നിന്ന് വന്നിട്ട് ഇവിടുന്ന് നമ്മൾ അരുവാപ്പുലം, പുളിഞ്ചാണിയിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് കയറി വരുമ്പം കൂട്ടുപാറ പാലം കയറി നമ്മൾ സ്ട്രെയിറ്റ് ചെല്ലുമ്പോൾ ഇവിടുന്ന് നമ്മൾ പിന്നെ റൈറ്റ് പോകണം. ഇവിടുന്ന് നമ്മൾ റൈറ്റ് ചെല്ലുമ്പോൾ നമ്മൾ കോന്നിയിൽ നിന്ന് കയറി വരുന്ന വഴിയിലോട്ടാണ് നമ്മൾ ചെന്ന് കയറുന്നത്. ഇവിടെ നമ്മൾ നമുക്ക് കക്കാത്തോട് അച്ചൻകോല് ഉള്ള വഴി കോന്നി നേരെ പോകും. ഇതാണ് നമ്മുടെ കൊടുമണ്ണ് അടുവെന്നൊക്കെ വരുന്നവർക്ക് എളുപ്പം കയറി വരാൻ പറ്റുന്ന വഴി. അല്ലാതെ നമ്മൾ പത്തനംതിട്ടയോ അല്ലെങ്കിൽ ചെമ്മനപ്പള്ളിയിൽ നമുക്ക് കോന്നി വന്നിട്ടൊന്നും വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമുക്ക് എളുപ്പം നമുക്ക് അച്ചൻകോല് പോകാനും കൊണ്ടുള്ള വഴിയാണ്. ഫ്രണ്ടിൽ പോകുന്ന നമ്മുടെ സുഹൃത്തുക്കളാണ്, നമ്മുടെ ചേട്ടന്മാരൊക്കെയാണ്. അപ്പോൾ നമ്മൾ നേരെ അച്ചൻകോൽ റൂട്ട് കയറുകയാണ്. ഇവിടാണ് കോന്നി അച്ചൻകോലിനുള്ള റൂട്ടിൻ്റെ ഫസ്റ്റ് എൻട്രൻസ് വരുന്നത്. ഇവിടാണ്. അങ്ങനെ ഞങ്ങൾ ചെക്ക് പോസ്റ്റൊക്കെ കയറി. അവിടുന്ന് നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എടുത്തത്, നമ്മുടെ വണ്ടിയുടെ നമ്പറൊക്കെ എഴുതിയെടുത്ത്, എന്നിട്ട് നമുക്ക് അവിടുന്ന് ഇങ്ങനൊരു പാസ് തരും. ഈ പാസ് നമ്മൾ അടുത്ത രണ്ടാമത്തെ ചെക്ക് പോസ്റ്റ് കാണിച്ചാലേ നമുക്ക് അവിടുന്ന് അച്ചൻകോലിൻ്റെ റൂട്ട് ഇപ്പോൾ കയറാൻ പറ്റുള്ളൂ. നേരത്തെ നമുക്ക് ഇങ്ങനെ പാസോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നമുക്ക് ഇവിടെ നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്ത് നമുക്ക് പെട്ടെന്ന് കയറിപ്പോയായിരുന്നു. ഇപ്പോൾ നമുക്ക് ഈ പാസ്സൊക്കെ അവിടെ കാണിച്ചാലേ നമ്മൾ കയറ്റി വിടത്തുള്ളൂ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. ഇതാണ് കല്ലേലി ഊരാളി അപ്പൂപ്പങ്കാവ്. ഇവിടാണ് പ്രശസ്തമായിട്ടുള്ള ഒരു അമ്പലമാണ് ഇത്. നമ്മൾ ആ റൂട്ട് തന്നെയാണ് നേരെ പോകുന്നത്. ഗൈസ്, ഈ കാണുന്ന ചെക്ക് പോസ്റ്റിലാണ് ഇനി നമുക്ക് അവിടെ നിന്ന് കിട്ടിയ പാസ് നമ്മൾ കൊടുക്കേണ്ടത്. അവിടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. നമുക്ക് കാടിനകത്ത് കയറിയിട്ടുള്ള വീഡിയോകൾ പുറകെ വരും. ഗൈസ്, ഇതാണ് ഇവിടുത്തെ ഒരു മെയിൻ ഒരു സ്പോട്ടാണ് ഇത്, കല്ലേലി പാലം. കുറേ ഫോട്ടോഷൂട്ടും നടക്കുന്ന പാലങ്ങളാണ്. അങ്ങനെ നമ്മൾ അച്ചൻകോല് റൂട്ട് കയറിയിട്ടുണ്ട്. നമ്മൾ ചെക്ക് പോസ്റ്റിൽ നമ്മൾ പാസ്സൊക്കെ കൊടുത്തു. നമ്മുടെ കൂടെയുള്ള ഒരു ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലോട്ട് പോവുകയാണ്. അപ്പം ആനയും പുലിയൊക്കെ ഉള്ളൊരു കാടാണ്. മരങ്ങളൊക്കെ മുറിച്ച് ഇതൊക്കെ വെച്ച് ഇത് വെച്ച് ഇപ്പം ഈ പാലമൊക്കെ നേരത്തെ നല്ലപോലെ കാട് കയറി നിന്ന പാലങ്ങളാണ്. ഇപ്പം എല്ലാം വെട്ടി വൃത്തിയാക്കിയവർ, വഴിയൊക്കെ വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട്. ഈ ശബരിമല സീസൺ ആകുമ്പോഴത്തേക്ക് ഇവർ ഇതിൻ്റെ സൈഡെല്ലാം വൃത്തിയാക്കും.
ഒരു പതിവുണ്ട് അവർക്ക്. ഈ തമിഴ്നാട്ടിൽ നിന്ന് അയ്യപ്പന്മാർ വരുന്ന സീസണൊക്കെ ആകുമ്പോഴേ ഒന്ന് അടിച്ച് ഇളക്കി ഇട്ടേക്കുന്നതാന്ന് തോന്നുന്നു മൊത്തം ആണ്. നല്ല വിഷയമാണ് ഇപ്പോൾ ഈ അച്ചൻകോൽ റൂട്ട് ഇങ്ങോട്ട്. ആനയുടെയൊക്കെ ശല്യം ഭയങ്കരമാണ്. ഇതൊക്കെ ഫ്രഷാണോ അതൊക്കെ? ആയിരിക്കും ഇല്ലേ? മഴയും പെയ്യുന്നുണ്ടല്ലോ. അടിച്ചിളക്കിയിട്ടേക്കുന്നു. അതൊക്കെ ഫ്രഷ് സാധനങ്ങളാണ്. ബോർഡെല്ലാം അടിച്ച് ചതിക്കണം. ബോർഡൊക്കെ അടിച്ച് വെക്കാം. ഫെൻസിങ് മൊത്തം അടിച്ചിളക്കിയവന്മാർ. ഇവിടെ കുറച്ചെടുത്ത് മുടിഞ്ഞ ഒരുമാതിരി വല്ലാത്തൊരു വഴിയായത്. കാറും കൊണ്ട് വരുന്നവന്മാരൊക്കെ പെട്ടു. അടിയൊക്കെ ഇടിച്ചേ പോകത്തുള്ളൂ മിക്കവാറും. അല്ലെങ്കിൽ അതേപോലത്തെ കാറും കൊണ്ട് വരണം. നേരത്തെ ഇവിടെ ഇച്ചിരി അങ്ങോട്ട് ഉള്ളിലോട്ടുണ്ടായിരുന്നു. ഇപ്പം മറ്റേ മഴയൊക്കെ പെയ്ത് ഇതിൻ്റെ ഇവിടെ ഇത്ര ഇടിഞ്ഞ് വെള്ളം വന്ന് കയറി നല്ലപോലെ നല്ല മണ്ണൊക്കെ ഇടിഞ്ഞ് പോയിട്ട്. അക്കരെ എപ്പോഴും ആനയെ സ്പോട്ട് ചെയ്യുന്നൊരു സ്ഥലമാണ്. അവിടെ വലിയ തേക്കൊക്കെ കിടക്കുന്ന നോക്കും. മൂടുന്നുണ്ട്. ഇങ്ങോട്ടൊക്കെ മഴയ്ക്ക് മൊത്തം ഇടിഞ്ഞു പോയി. ഇവിടുത്തെ ഇച്ചിരി ആ ഒരു തേക്ക് നിൽക്കുന്നതിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ആയിരുന്നു മതിൽ തന്നെ. മഴ പെയ്തത് മൊത്തം ഇടിഞ്ഞു പോയി. അതിനപ്പുറത്തായിരുന്നു എപ്പോഴും നമ്മൾ ആനയെ സ്പോട്ട് ചെയ്യുന്നൊരു സ്ഥലമായത്. ആനയൊന്നുമില്ല ഇപ്പം. കഴിച്ച് ഇവിടുന്ന് നേരെ അങ്ങോട്ടാണ് വഴി കിടക്കുന്നത്. പക്ഷേ കഴിഞ്ഞ പ്രളയത്തിന് പാലം മൊത്തം ഇടിഞ്ഞു പോയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ പഴയ വഴി കൂടെ നമ്മൾ പോകുന്നത്. അവിടുത്തെ പുതിയ പാലം ഇടിഞ്ഞു പോയത്. ഇത് ഇവിടുത്തെ പഴയ പാലമാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് അകത്തോട്ട് വരുമ്പോൾ അവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. അവിടെ പോകണം. അവിടെ കയറണം. ഒന്ന് കേട്ടോ. വണ്ടി അപ്പുറത്തോട്ട് വെക്കണം. ഇവിടെ ചെളിയല്ലേ. ഇപ്പോൾ ഇവിടെ ചെളി കുറവാണ്. നേരത്തെ ഭയങ്കര ചെളിയായിരുന്നു ഇവിടെ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പം ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. ഞാൻ നിങ്ങളെ കാണിക്കാം. ചെറിയൊരു വെള്ളച്ചാട്ടം. ഇവിടെ നിങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങനെയുണ്ട് വഴി. നമുക്ക് ഇങ്ങനെ പോകാം. അതിലെ പോയി ആ തോടിറങ്ങണം. തോട് ക്രോസ് ചെയ്യണം. ഇതാകുമ്പോൾ തോട് ക്രോസ് ചെയ്യണ്ട. ഇവിടെ മേപ്പോട്ട് എടുത്തൊരു വെള്ളച്ചാട്ടമുണ്ട്. ഇതോടാ വണ്ടി ഇടിച്ചാന്നോടാ. ചത്തുപോയി. ആർക്കറിയും. വണ്ടി ഇടിച്ച വല്ല ആയിരിക്കും. ഏതൊരു വില മതിരാ. എടുത്ത് റോഡ് സൈഡിലോട്ടാണോ മാറ്റിയിട്ട്? ഈ ഒരു സ്ഥലം ഏറ്റവും ഡേഞ്ചറുള്ള സ്ഥലം. ഇതിന്
ഈ ഒരു കാടിനുള്ളിൽ കുറച്ച് നിരപ്പായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട്. അവിടെ ഈ ആന വന്ന് തമ്പടിക്കുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ എപ്പോഴും ഡേഞ്ചറായിട്ട് കുറച്ച് സ്ഥലമാണ്. വൈകുന്നേര സമയത്താണെങ്കിൽ നമ്മൾ വരുമ്പം സൂക്ഷിച്ച് വരിക, അല്ലെങ്കിൽ പണി കിട്ടും, ഉറപ്പാണ്. ഞങ്ങളെ ഈ ഒരു ഭാഗത്തുനിന്ന് ആന ഓടിച്ചിട്ടുള്ളതാണ് നേരത്തെ ഒരു പ്രാവശ്യം. ഈ വളമൊക്കെ സൂക്ഷിച്ചു വരും. ഇതിന് താഴെ ആനയുള്ള ഏരിയ. ഈ ഒരു ഏരിയയിലൊക്കെ ആനയൊക്കെ എപ്പോഴും സ്പോട്ട് ചെയ്യുന്ന സ്ഥലം. ഇപ്പോൾ വന്നപ്പോൾ ആനയില്ല, ഒന്നുമില്ല. ഇറങ്ങണ ഗൈസ് കൊണ്ട് കാട്ടി ഇറങ്ങണ. നമ്മളങ്ങനെ കല്ലേരി എന്നുള്ള റൂട്ട് ഇവിടെ അവസാനിക്കുക. ഇനിയിപ്പം നമ്മൾ അലിമുക്ക് അച്ചൻകോൽ റൂട്ടിലോട്ട് നമ്മൾ ചെന്ന് കയറാൻ പോകുന്നത്. നമ്മുടെ കോന്നിയ കല്ലേലിയിൽ നിന്ന് വരുന്ന അച്ചൻകോൽ റൂട്ട് ഈ ഒരു ഭാഗം കഴിച്ചുകൊണ്ട് ചെയ്യുമ്പോഴത്തേക്ക് തീരും. ഈ സെഡാൻ പോലുള്ള വണ്ടി കൊണ്ടൊക്കെ വന്നുള്ള കുഴപ്പം ഇതാണ്, വണ്ടി ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലാത്തതുകൊണ്ട് അടി തട്ടാൻ ചാൻസ് കൂടുതൽ. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വണ്ടി ഓടിക്കാൻ. ചായ കുടിക്കാം. ഇതിനകത്ത് നിറച്ചു നെയ്യല്ല ഇത്ര ഉള്ളു. ഞാൻ തിന്നണ്ട. അച്ചൻകോൽ വരുന്ന വഴിക്ക് ഇവിടെ നമ്മുടെ അലിമുക്ക് പോകുന്ന റൂട്ടിൽ നെല്ലിമുട്ടിൽ സ്റ്റോഴ്സ് ടീ ഷോപ്പ്. നല്ല സൂപ്പർ കോഫിയായിരുന്നു. ചെറുകടികളൊക്കെ ഉണ്ട്. പഴംപൊരി ബീഫ് കോംബോ ഒക്കെ ഉണ്ട് ഇവിടെ. കൊള്ളാം. നല്ല കോഫി, നല്ല ഉഴുന്നുവട. കിട്ടിയ ഓടാ എൻ്റെ വീട്ടിൽ എറണം കേട്ടാ സൗണ്ട് ഉണ്ടാക്കണം. അങ്ങനെ ക്ലിയർ ആയിട്ടൊന്ന് ഫോട്ടോ പിടിച്ചേ. ഫോട്ടോ എടുക്കാൻ നീ കിട്ടും. എടാ ഇവിടെ സൂപ്പറായിട്ട് കാണാറോ? കുത്തിവിടെ നിൽക്കാം. ഇന്ന് വന്നിട്ട് അവൻ്റെ നെറ്റ് കൊണ്ടോടാ. ഈ പുല്ല് ഏതൊരു മതില് ഡൈവ് ചെയ്ത് കയറുന്നുണ്ടോ? ഇതൊന്നും ഒരു വിഷയമല്ല. ഇത് വഴി തിരിച്ചുവിടും. വലിയ ടീമുകൾ പോലുള്ള കഷ്ടന്മാർ ആഗ്രഹിച്ചു വന്നതാണ്. ഏത് പെരുപ്പന അലാറം കൊടുത്ത വിജയ് പെരുപ്പാത് വെക്കാണ്. മുമ്പേ വന്നപ്പോൾ മയിൽ കുഞ്ഞുങ്ങളുണ്ടായിരുന്നല്ലോ അവിടെ. എത്ര ഓട്ടം മയിൽ കുഞ്ഞുങ്ങൾ ഇച്ചിരി വലുതായില്ലേ? തള്ളയുടെ കൂടെ പോവാടേ. അപ്പോൾ ജഗോസൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ബാക്കിയുള്ള കൂട്ടുകാരെ ബാക്കിലുണ്ട്. പണി കിട്ടി ഗൈസ്. കിട്ടുമല്ലേ? ആക്സിലേറ്ററൊക്കെ ഇവിടെ കിട്ടി. ഞങ്ങൾ നടക്കുകയാണ്.